അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്യൂയിങ് ജേണി അല്ലെങ്കിൽ ഡിസൈനിങ് ജേണി എന്നൊക്കെ പറയാം. സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും. ഇത് തുടങ്ങുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ പിന്നെ ഉമ്മാൻ്റെ നിർബന്ധത്തിന് അങ്ങനെ ഒരു 20 to 25 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു ചേച്ചി വീട്ടിൽ വന്നിട്ട് എല്ലാം പഠിപ്പിച്ച് തരുമായിരുന്നു. അങ്ങനെ അപ്പോൾ അത് പെർഫെക്റ്റ് ആവില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ ആ ബേസിക് കാര്യങ്ങളും മെഷർമെൻറ്റ് എങ്ങനെ എടുക്കണം അങ്ങനത്തെ പാറ്റേൺസ് എല്ലാം 10-25 ദിവസത്തിൻ്റെ ഉള്ളിൽ ആളെനിക്ക് എല്ലാം, അതായത് കുറച്ച് ബേസിക് ആയിട്ടുള്ള പാറ്റേൺസും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ച് തന്നിട്ട് പോയി. അപ്പോൾ അന്ന് അത് അത്ര ഭയങ്കര ഇഷ്ടമൊന്നും അല്ലെങ്കിലും കോളേജിൽ ഈ കളർ ഡ്രസ്സ് ഭയങ്കരമായിട്ട് നമുക്ക് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്നൊക്കെ ഫാബ്രിക്സ് കിട്ടുമോ, അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ കോളേജിൽ പോകുമ്പോൾ നല്ല പ്രസൻറ്റബിളായിട്ട് പോവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ സാരിയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും. പിന്നെ അന്ന് ഉപ്പയൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ബിറ്റ്സ് കൊണ്ടുവരുമായിരുന്നു. നമ്മളെ നാട്ടിൽ അന്ന് പിന്നെ ഈ മെറ്റീരിയൽസ് അങ്ങനെ കിട്ടൽ വളരെ കുറവായിരുന്നു. ഒരു വി സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഇതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്. അതൊക്കെയാണ് അന്ന്, അത് മെറ്റീരിയലല്ല, റെഡിമെയ്ഡ് പിന്നെ ചുരിദാറുകളാണ് അന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആ ഒരു സമയം അങ്ങനെ എല്ലാം വെട്ടി അടിക്കലും, പിന്നെ അത് ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അതിൻ്റെ മുകളിലൊക്കെ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യും, കുറേ മുത്തുകളൊക്കെ പിടിപ്പിക്കും. അപ്പം പിന്നെ കുറച്ച് നല്ല സ്റ്റോൺസൊക്കെ ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പിച്ച് ബ്ലാക്ക് കളറൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫാബ്രിക് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ജെൻസിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവരുടെ ഷർട്ട് പീസുകൾ, അതേപോലെ അബായൻ്റെ ക്ലോത്താന്ന് പോലും അറിയില്ല, പക്ഷേ ബ്ലാക്ക് കളർ ഷിഫോൺ ടൈപ്പിലുള്ള അങ്ങനത്തെ ക്ലോത്തുകൾ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടൊക്കെ സൽവാറും ഒക്കെ അടിച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് പോയി. വേറെ തന്നെ ഒരു ലൈഫാണല്ലോ. പിന്നെ കുട്ടികളൊക്കെ ആയി. പിന്നെ മൂത്തത് മോനാണ്. അപ്പം മോനാവുമ്പോൾ പിന്നെ അറിയാമല്ലോ, അവർക്ക് തയ്ച്ചു കൊടുക്കാനൊന്നും നമുക്കൊന്നും ഇല്ല. പിന്നെ ഒരു 3 പെൺകുട്ടികൾ അടിക്കടിക്ക് വന്നപ്പം പിന്നെ എൻ്റെ ഇൻലോസ് ഭയങ്കരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് ഒരുപാട് കല്യാണം കഴിഞ്ഞ അവസരത്തിലൊക്കെ പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ ചുരിദാറുകളൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് എൻ്റെ സിസ്റ്ററും മൂത്ത സിസ്റ്ററും. അതേപോലെ ഉമ്മ ഒക്കെ എന്ത് ഓൾട്രേഷൻ വർക്ക് ഉണ്ടെങ്കിലും ഉമ്മ ചെയ്തു തരും. പിന്നെ കുട്ടികൾക്ക്, എൻ്റെ മക്കൾക്ക് ഒരുപാട് ഉടുപ്പുകളൊക്കെ തയ്ച്ച് തന്നിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഇതിൽ പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഇടാം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്കും വീണ്ടും ആ പഴയ ഇൻട്രസ്റ്റൊക്കെ വന്നു തുടങ്ങി. പിന്നെ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. പിന്നെയൊക്കെ പൊടി തട്ടിയെടുത്ത് പിന്നെ ഞാൻ എനിക്ക് ഉള്ള ഇതൊക്കെ തയ്ക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ ഗൗൺസും അബായ പിന്നെ ചുരിദാർ അങ്ങനെ എല്ലാം തയ്ക്കാൻ തുടങ്ങി. പക്ഷേ 3 ചെറിയ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഡ്രസ്സുകളും തയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ഫ്രോക്കുകളും കുറേയൊക്കെ പിന്നെ വീട്ടിൽ നടക്കുമ്പോൾ സാധാരണ യൂസ് ചെയ്യാൻ പറ്റിയ. അപ്പം നമുക്കറിയാം, നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഇതിനേക്കാൾ നല്ല ചിലപ്പോൾ വിലയും കൂടുതലായിരിക്കും നമ്മൾ ഈ ഫാബ്രിക് വാങ്ങിച്ച് അതിന് എടുക്കുന്ന എഫേർട്ട്. പക്ഷെ അതൊക്കെ ഒരു രസമാണല്ലേ കുട്ടികൾ അത് ഇട്ട് കാണുമ്പോൾ. ഇപ്പോൾ എൻ്റെ ഇൻലോസൊക്കെ ആണെങ്കിലും അവർ തരുന്ന അവരുടെ എഫേർട്ടും അവരുടെ സമയവുമാണ് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. നമുക്ക് വേണ്ടി ഒരാൾ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ എഫേർട്ട് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതല്ല ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ അത് ഞാൻ കാണുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ഉമ്മമാർ കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും അവരതിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത കുറച്ച് സ്റ്റിച്ചിങ് ഡിസൈൻസൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിക്കുന്നത്, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനും ബിസിയായി, ജോബും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു സംഭവമൊക്കെ വിട്ടു കേട്ടോ. പിന്നെ വെറും ഓൾട്രേഷൻ എന്നുള്ള ഒരു സംഭവം മാത്രമായി. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള മെഷീൻ അതൊക്കെ ചെയ്തത്, അതായത് ഇത് കുറേ പഴക്കമുണ്ട് എൻ്റെ കയ്യിലുള്ള മെഷീൻ. എന്നിരുന്നാലും ആ ഒരു മെഷീൻ ഞാൻ കാണിച്ചു തരാം. അപ്പം വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അത് വാങ്ങിക്കാമല്ലോ. അതിൻ്റെ പുതിയ പുതിയ വേർഷൻസൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ
ഇനി എനിക്ക് പറയാനുള്ളത് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം നമുക്കൊരു സംഭവം ഇൻട്രസ്റ്റ് ഇപ്പം എൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈനിങ് ആ ഒരു അതായത് പുതിയ ഡ്രസ്സൊക്കെ നല്ല രസത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ ഇഷ്ടപ്പെടും. നമ്മൾ അങ്ങനെ ഒരു സംഭവം അറിയാത്ത കാരണം, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയുള്ള നോളജ് ഇല്ലാത്ത കാരണമാണ് നമുക്കത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും. ആ നോളജ് അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്മൾ എക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടെത്താൻ തുടങ്ങും. അപ്പം ഞാനത്ര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും എനിക്ക് കുട്ടികൾ ഞാൻ ചെയ്ത സംഭവങ്ങളൊക്കെ ഇട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടം ഉണ്ടാവുമല്ലോ അല്ലേ, ഇതിൽ പലർക്കും ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ സ്റ്റിച്ചിങ് തുടങ്ങണോ അല്ലെങ്കിൽ എന്തപ്പോൾ ചെയ്തിട്ട് കാര്യം. കുറേ ഇതിനേക്കാളും നല്ല നല്ല ബ്രാൻഡും നല്ല നല്ല ഡിസൈൻസും ഒക്കെ കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമ്മൾ ചെയ്യുന്നത് എത്ര നല്ല രസത്തിൽ നമ്മൾ ചെയ്തതെന്നില്ല, നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ബ്യൂട്ടിഫുൾ തന്നെയാണ് അല്ലേ. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമ്മളുടെ സമയം നമ്മൾ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യുന്നൊരു സംഭവം ഒരാൾ ഇട്ട് കാണാൻ ആഗ്രഹിക്കുക, അതൊക്കെയാണ് അതിൻ്റെ ആ ഒരു ലക്ഷറി എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്തിട്ട് അതിന് അറിയുന്ന ആൾക്കാർ ചെയ്യാതിരിക്കരുത് ഒരിക്കലും. നല്ല കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ മക്കൾക്കൊക്കെ തയ്ച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതൊക്കെ ഇടാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ കഴിവുകളൊന്നും ഒരിക്കലും നമ്മൾ അത് വേണ്ടാന്ന് വെക്കരുത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മക്ക് എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വർക്ക് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം ചെയ്യാം അല്ലേ. അപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. ഞാൻ യൂസ് ചെയ്യുന്ന മെഷീന് ഇതാണ്, സിംഗറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു 10 years ബാക്ക് വാങ്ങിച്ചിട്ടുള്ള മെഷീനാണ്. പക്ഷേ ഇപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനൊന്നും ഒരു കുഴപ്പമില്ല. ചെറിയ എന്തൊക്കെയോ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ശരിയായി. പിന്നെ അതൊക്കെ ഹസ്ബൻഡ് എന്തൊക്കെ ചെയ്തിട്ട് ശരിയാക്കി തന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈസിയാണ് യൂസ് ചെയ്യാൻ. പിന്നെ ഇടയ്ക്ക് ഓയിലോ കൊടുക്കാറുണ്ട് യൂസ് ചെയ്യണ സമയത്ത്. പിന്നെ എൻ്റെ റേറ്റ് വരുന്നത്, ഞാനിത് വാങ്ങിച്ച സമയത്ത് ഒരു 750 ആ റേഞ്ചിൽ എന്തോ ആണ് വാങ്ങിച്ചത്. പക്ഷെ ഇപ്പോൾ ഇതിലും 750 റിയാൽ, അതായത് നാട്ടിലത്തെ ഇന്ത്യൻ മണി ഒരു 18,000 ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് 10 വർഷം മുന്നേ അല്ലേ. ഇപ്പോൾ ഇതിൽക്കും നല്ല മോഡൽസ് പിന്നെ ഇതിലും വില കുറവിൽ ഒക്കെ കിട്ടുന്നുണ്ട് തോന്നുന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെ ബോക്സൊക്കെ സൈഡിൽ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് അവിടെ വെക്കാം, അങ്ങനെ നീഡിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നീഡിൽ ഇടുന്ന ആ ഭാഗമാണ്. അതായത് അതിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൽ നമുക്ക് ഇങ്ങനെ ഹൂക്ക് ചെയ്തിട്ട് ഇടാം. നമ്മൾ കൈയായിട്ട് മാനുവലി നീഡിലും ത്രെഡും കോർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇതിനൊരു കവറ് ഞാൻ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഷീനിൽ നിന്നോ എന്തോ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് നല്ലതാണ്, പൊടിയൊന്നും പിടിക്കാതിരിക്കാനൊക്കെ നല്ലത്. നമ്മൾ എപ്പോഴും അത് സൂക്ഷിക്കും വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കവറും വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിന് ഒക്കെ നന്ദി. അപ്പോൾ വീണ്ടും അടുത്തൊരു സ്റ്റോറിയായിട്ട് ഞാൻ വരാം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം.